പുതിയ ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ ഞങ്ങൾ വീണ്ടും പുതിയ ഈവനിങ് വ്ളോഗിൽ വന്നിരിക്കുകയാണ്. ആൻഡ്രോസ് ഉറക്കത്തിൽ നിന്ന് എനിച്ചിട്ട് വന്നിട്ടുള്ള ഗൈസ്. ആൻഡ്രോസ് ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. ഉച്ചയ്ക്ക് നല്ലോണം ഭക്ഷണം കഴിച്ചായിരുന്നേ. ആൻഡ്രോസിന് ഭയങ്കര ക്ഷീണം വന്നു. വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ കാറ്റൊക്കെ അടിച്ച് ആൾക്ക് ക്ഷീണമായി. കണ്ട കഥ പറഞ്ഞു ഉറങ്ങി ഗൈസ്. ഉറങ്ങിയിട്ട് കഥ പറഞ്ഞു. അവള് കഥ പഠിച്ചോണ്ടിരിക്കുമ്പോ അവൾക്ക് എന്ത് വന്നു? ഉറക്കം വന്നു. അപ്പൊ അമ്മ പറഞ്ഞു എന്ത് ഉറങ്ങിക്കോന്ന്. അപ്പൊ അവൾ ഉറങ്ങിയിട്ട് അവള് പറയാ വൺസ് അപ്പോൺ എ ടൈം. ടൈമില്ലേ? ആ വൺ ഡേ ആണ് പറഞ്ഞേ. വൺ ഡേ പറഞ്ഞു. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? ബാക്കി അപ്പൊ ആളിരുന്ന് ഉറക്കത്തില്ല കഥ പറഞ്ഞു. അമ്മ അവളെന്നെ ഉറക്കത്തില് പഠിപ്പിച്ചു. അമ്മ വേറെ ലെവലായിരിക്കണോ. അമ്മ ഹിപ്നോട്ടൈസിങ് പഠിച്ചോന്ന് തോന്നണേ. ഉറക്കത്തില് വരെ പഠിപ്പിച്ചു തുടങ്ങി. ആൻഡ്രോസ് അപ്പൊ നീ ഉറങ്ങിണ്ടായിരുന്നില്ലേ? ഉടായിപ്പാ തോന്നുന്നുണ്ട്. അവൾ ഉറങ്ങിയിട്ടില്ലേ തോന്നുന്നുണ്ട്. അറുന്നൂസ് കുറച്ച് കൂട്ടി പറയണ്ടെന്ന് ഒരു സംശയം ഉണ്ട് കേട്ടോ. നീ ആരെ കണ്ടിട്ട് നടത്തളണ തള്ളി മറക്കിയാണ്. ആൻഡ്രോസിന്റെ പണിയിലേക്ക് കടന്നു. അമ്മമ്മയുടെ അടുത്ത് പോയിട്ട് ഫോൺ കാണാം. അതെ ഇന്ന് കല്യാണത്തിന് പോയി ഗൈസ്. അറുന്നൂസിന്റെ പനി കിട്ടിയ ഇന്ന് കല്യാണത്തിന് പോയി. പക്ഷെ എന്തായി? അറുന്നൂസ് കല്യാണത്തിന് വിശേഷം പറയും. കല്യാണത്തിന് പോയിട്ട് എന്തുണ്ടായ? അറുന്നൂസിന് സന്തോഷം. എല്ലാ കളർ ജ്യൂസും കഴിച്ചു. പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ കഴിച്ചു. തണ്ണിമത്തം കഴിച്ചു. പുതിന കഴിച്ചു. നാരങ്ങ കഴിച്ചു. രണ്ട് ഗ്ലാസ് 3 ഗ്ലാസ്. ഞങ്ങളങ്ങനെ മോശക്കാരൊന്നുമല്ല. ചോറുണ്ടിട്ടില്ല ഗൈസ്. ചോറുണ്ടതിന് പകരം വെള്ളം കുടിച്ച് വയറ് വീർപ്പിച്ചു ഗൈസ്. എന്നിട്ട് എല്ലാവരും സന്തോഷിച്ചോണ്ടിരിക്കുമ്പോ അറുന്നൂസ് സങ്കടപ്പെടാറുന്നു ഗൈസ്. അവൻ ഐസ്ക്രീം കിട്ടിയില്ല. വരി നിന്ന് അവൻ ഐസ്ക്രീം മേടിച്ചു ഗൈസ്. എന്നിട്ട് അമ്മമ്മയ്ക്ക് കൊടുത്തു. ഐസ്ക്രീം മേടിക്കാനുള്ള മോഹം സഫലമായി. പക്ഷെ തിന്നാൻ പറ്റിയില്ല എന്ന് മാത്രം. പകരം എന്ത് ചെയ്തു? 2 ഗുലാബ് ജാം എടുത്ത് കഴിച്ചു. ഗുലാബ് ജാം അതിന് മധുരം ഭയങ്കര കൂടുതലായിരുന്നു. അത് കാരണം അതിന് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ മുത്ത് പിന്നെ മറ്റേ ഗുലാബ് ജാം നല്ല കയറ്റിയിട്ടുണ്ട്. അവൾക്ക് ചുമയ കാരണം ഐസ്ക്രീം തിന്നിട്ടില്ല. അവളെ കാണാതാണ് ഐസ്ക്രീം ബാക്കിയുള്ളവരൊക്കെ തിന്നെ. പക്ഷെ ആൻഡ്രോസ് കണ്ടിട്ടില്ല. അവള് കണ്ടു കഴിഞ്ഞാലേ അപ്പൊ ചോദിക്കും. ആ നീ കണ്ടൊന്നുമില്ല. ഞങ്ങള് തിന്നിട്ട് നീ കണ്ടില്ലല്ലോ. അതാ പറഞ്ഞേ. നീ കണ്ടിട്ടുണ്ടായിരുന്നോ? അയ്യോ ആൻഡ്രോസിന് ചുമയാണ് ഗൈസ്. അത് കാരണമാണ് ഗൈസ് അവൾക്ക് കൊടുക്കാൻ പറ്റാഞ്ഞ. കണ്ടോ അവള് അപ്പിടിക്കും. പക്ഷെ അവള് നല്ലോണം ഫുഡ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് കാറിൽ കാറ്റും കൊണ്ടിരുന്നു. അപ്പൊ എന്തായി? കുട്ടിക്ക് ക്ഷീണമായി. ആ ക്ഷീണത്തിലാണ് ഇവിടെ കിടന്നുറങ്ങി കഥ പഠിക്കും. അയ്യോ ഗൈസ് എന്നെ ഇടിക്കണു ഗൈസ്. അയ്യോ 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 ഇടിക്കല്ലേ വേന എടുക്കുന്നു. കുഞ്ഞു കുട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ. ഇടിക്കുമ്പോ നല്ല വേനയാ. അവൾക്ക് എത്തണോളത്ത് ഇരിക്കണ കാരണം അതിനെക്കാട്ടും വേനയാ.
ഗൈസ് ചോറിനാണ് ഗൈസ് അവർക്ക് വേണ്ടി മുട്ട പരിച്ചത്. അർണോസിന്റെ ഫേവറേറ്റ് കടല വേണ്ട തിന്നേ 2 ദിവസമായി തോന്നുന്നു. 3 ദിവസം മുമ്പത്തെയാ തിന്നാണ്ട് മടുത്തപ്പോ ഫ്രിഡ്ജിൽ കയറ്റി. ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കിക്കണ്ട. സദ്യ കഴിച്ച സ്ഥിതിക്ക് ഇനി കടല കയറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ ഗൈസ് അവരെ കളി കണ്ട. ഇതിങ്ങനെ കളിച്ച് കുറച്ച് കഴിയുമ്പോൾ എന്താ കിട്ടിയാവും. എന്നിട്ട് പിന്നെ കരച്ചിലാവും. അമ്മ വടി എടുക്കും. അത് കഴിഞ്ഞാൽ വടി എടുക്കണ മുമ്പ് ഒരു സാധനം ഉണ്ട് കേട്ടോ. അതാണ് അമ്മയുടെ സൈറൻ. എനിക്ക് ഒരു പ്രാവശ്യം പോലും പറയാൻ പറ്റില്ല ഗൈസ്. എൻ്റെ ശബ്ദം ഇടറി പോകുന്നു. ഇവള് ഒരു 10 പ്രാവശ്യം ഓളിടും. പറ്റിയാൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇവരറിയാണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം ഗൈസ് ഇവരെ ഓളി എന്താന്നുള്ളത്. പിന്നെ നാളെ ഞങ്ങളുടെ ആദത്തിൻ്റെ എന്താണ് ബർത്ത്ഡേ ആണ്. അവിടെ സ്റ്റേജ് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒന്ന് പോയി നോക്കണം. എത്ര 350 അല്ല ആയിക്കണ 350 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അതിലൊരു ചേട്ടൻ്റെ വീട് പോയി എൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. ആൾക്ക് ജീവിതമൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആളുടെ ഭാര്യ പ്രഗ്നന്റ് ആണ്, 2 ചെറിയ പിള്ളേര്. ആൾക്ക് ഇനി വാടക വീട്ടിലേക്ക് അങ്ങനെ പോകുന്ന ആൾ ചോദിക്കണം. ആളുടെ സ്വർണം ആളുടെ എല്ലാ സ്വത്തും എല്ലാതും നഷ്ടപ്പെട്ടു എന്നാണ് ആള് പറയുന്നത്. പിന്നെ ഇത്രയും നല്ല നിലയിൽ ജീവിച്ചത് ആളുടെ 1 രൂപ പോലും എടുക്കാനില്ല എന്നാണ് പറയണത്. അതൊരു ഭീകരമായ അവസ്ഥ അല്ലേ? ഇത്ര നാള് ഒരു നല്ല കുഴപ്പമില്ലാത്ത ജീവിച്ചിട്ട് പെട്ടെന്നൊന്നുമില്ല. ആളുടെ ഒരു ഫോണ് പോലും ഇല്ല എന്ന് പറഞ്ഞ. അത് മാത്രല്ല ഇനി ആള് എന്ത് പണിക്ക് പോകും? പണിയെടുക്കാനുള്ള സ്ഥലം വേണ്ടേ? കാപ്പിത്തോട്ടം, ഭാര്യയുടെ ചെലവുകള് അങ്ങനൊക്കെ വരുമ്പോ താമസിക്കാൻ ഒരു വീടില്ല. ജാതി വിഷമാണ്. എങ്ങനെ ആള് മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. പക്ഷെ ഭയങ്കര വിഷമം പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് പേരുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടിയ ഇവരുടെ കാര്യം തന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഭയങ്കര അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പ്രഗ്നൻ്റ് ആയ ആളുടെ തന്നെ ഒരുപാട് മുറിവുകളുണ്ട്. ഫുള്ള് കക്കിയിട്ടൊക്കെയാണ് കിടക്കണേന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ അപ്പൻ്റെ ഒക്കെ കാലുമ്മ ഷീറ്റ് കൊണ്ട് മുറിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളായതാണ് കാരണം. അപ്പോൾ രക്ഷപ്പെട്ടവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, പറ്റാതെ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ സഹായങ്ങൾ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞൊക്കെ നിൽക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കർണാടക സർക്കാർ ഒരു 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരു ചേട്ടാ 1 ഏക്കർ സ്ഥലമൊക്കെ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു സമാധാനമുള്ളത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് നഷ്ടപ്പെട്ടതിനൊന്നും പരിഹാരമാവില്ല. പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയും കാര്യങ്ങളും നഷ്ടപ്പെട്ടു. ഒരു ചേട്ടൻ പുതിയ വീട് പണിതിട്ട് 1 ദിവസം പോലും താമസിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. 1 ദിവസം പോലും താമസിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വെറുതെ ഇങ്ങനെ കുറേ പരാതി പറയുന്നത്. അപ്പോൾ ആ പരാതി ആദ്യം ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് ദൈവം കോപിക്കുള്ളത് കേട്ട് കഴിഞ്ഞാൽ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും ഭീകരാവസ്ഥയാണ് നമ്മൾ നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം ഈ പറയുന്ന മലയിലുള്ള ഉരുൾപൊട്ടലിനെ കുറിച്ച് നിർദ്ദേശങ്ങളൊന്നും കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ അധികൃതരുണ്ടായ വലിയൊരു തെറ്റായിട്ടാണ് പറയുന്നത്. ഒരു മുന്നറിയിപ്പ് പോലും ഉണ്ടാകുന്നെങ്കിൽ കുറച്ച് പേരെങ്കിലും ഒരു ആഘാതം കുറയ്ക്കാറുണ്ട്. ഇതിപ്പോ ഒരു മുന്നറിയിപ്പും ഉണ്ടാകുന്നില്ല. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പിന്നെ പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിനെ ഇപ്പോഴും ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇതിനെക്കാട്ടും വലിയ പ്രശ്നമാണ് നമ്മുടെ ഈ 1999 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന സാധനത്തില് മാട്ടുപെട്ടിയിലൊരു ചെറിയ മൺതെട്ടിലായിരുന്നു. മൺതെട്ടിൽ ഒരു ചെറിയ ബണ്ട്. ആ ബണ്ട് പൊട്ടിയതിൻ്റെ പേരിലാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടും ഒരുപാട് ഹൈറ്റിലാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോൾ പൈസക്കാരായിട്ടുള്ളവർ നല്ല പൈസക്കാരായിട്ടുള്ളവരൊക്കെ ഹെലികോപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ കല്യാണം ജോലിയാലിക്കാസിനും നമ്മുടെ ചെമ്മണ്ണൂരിനൊക്കെ എന്തുണ്ട് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് ഹെലികോപ്റ്റർ എടുത്ത് എങ്ങനെയെങ്കിലും പറന്നു പോകാനുണ്ടോ? സാധാരണക്കാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് എത്താൻ 1 മണിക്കൂർ എടുക്കും. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പരിപാടിയിൽ ഒരാളും രക്ഷപ്പെട്ടില്ലാണ് പറഞ്ഞത്. കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ തന്നെ ആലുവയിൽ ബ്ലോക്കാണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ വിഷയമായിട്ട് കാറുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ
ഫുൾ ബ്ലോക്കായിരിക്കും, ഒരാൾക്കും പോകാൻ പറ്റില്ല. കാറിൽ ഇരുന്നിട്ടാണ് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കുറേ ആൾക്കാർ മരിക്കണമെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് എന്ത് ഇത്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാറിൻ്റെ ഉള്ളിൽ നിന്ന് അകപ്പെട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നില ഹൈറ്റിലൊക്കെ വെള്ളം വരുന്നതാണ് പറയുന്നത്. അത് പൊട്ടുകയാണെങ്കിൽ 3 നില ഹൈറ്റിലൊക്കെ വെള്ളം വരുന്നതാണ് പറയുന്നത്. ഇടുക്കി ഡാമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, മുല്ലപ്പെരിയാർ ഡാമിനെ ഇടുക്കി ഡാമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഒന്നുണ്ടാകും. അത് ആകെ 3 നില ഹൈറ്റിൽ വെള്ളം വരുന്നതാണ് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇടുക്കി ഡാം അത്ര സ്ട്രോങ് ഒന്നുമില്ല. ഇടുക്കി ഡാമിൽ ഒരു സൈഡിലാണ് ആർച്ച് കൊണ്ടുവന്നത്. ആർച്ച് പിന്നെ സ്ട്രോങ് ആണ്, പക്ഷേ അതിൻ്റെ 2 സൈഡിൽ 6 ഡാമുകളുണ്ട്. ചെറുതോണി, കുളമാവും. ഈ കുളമാവ് എന്ന് പറയുന്ന സാധനം വെറും മൺതിട്ടയാണ്. അതിന് മുകളിലൂടെ ബസ്സൊക്കെ പോകുന്നുണ്ട്. അവിടേക്ക് കുറച്ച് വെള്ളം വന്നു കഴിഞ്ഞാൽ ആ സൈഡൊക്കെ പൊട്ടിപ്പോവും. പിന്നെ എന്ന് പറഞ്ഞാൽ ചെറുതോണിന്ന് അത്ര സ്ട്രോങ് ആയിട്ടല്ല പെടുന്നത്. ആർച്ചിടാകുമ്പോൾ പിന്നെ നിൽക്കും, പക്ഷേ ബാക്കിയുള്ളവരൊന്നും അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം റിസ്ക്കാണ്. പരമാവധി ഇപ്പോൾ കുറേ പേരൊക്കെ അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിന് മുമ്പ് വന്നൊരു റിപ്പോർട്ടുണ്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ട്. ആ ഗാഡ്ഗിൽ റിപ്പോർട്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ ആൾക്കാർ രക്ഷപ്പെടുന്നതാണ് പറയുന്നത്. പക്ഷേ ഗാഡ്ഗിൽ റിപ്പോർട്ട് വെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ താമസം പോകും, അതുപോലെ തന്നെ അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഗാർഗിൽ കമ്മിറ്റീനെ എല്ലാവരും എതിർത്തത്. പക്ഷേ ആ ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ വീണ്ടും കയറി വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് സോൺ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് നിർദ്ദേശങ്ങൾ വരുന്നത്. അതിലൊക്കെ ഡാമിൻ്റെ ഹൈറ്റ് പറയുന്നത് 3 മീറ്ററൊക്കെ പറയണം. 3 മീറ്ററൊക്കെ ആണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എല്ലാ ഡാമും എന്താക്കുന്നത് വരും, പൊളിച്ചു കളയുന്നത് വരും. അതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിനൊക്കെ ആൾക്കാർ തള്ളി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ വയനാട്ടിൽ തന്നെ എത്ര 350 പേര്, പിന്നെ കുറേ രക്ഷപ്പെട്ടവർക്ക് തന്നെ ആകെ പരിക്ക്, ഇനിയും കിട്ടാത്തവരുണ്ട്. ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടി കഴിഞ്ഞാൽ ഇതിനും ഭീകര ഇത് പറയാൻ ഞങ്ങളൊന്നും ഉണ്ടാവില്ല, ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കുക. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിൽക്കണത്. അപ്പോൾ ഉള്ള സമയം സന്തോഷത്തോടെ ജീവിക്കുക. ഓക്കെ, ഇത് ഇന്നത്തെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ. കാണാലേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. ബൈ.